നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി അവസരം കിട്ടിയാൽ ഞാൻ തന്നെ അദ്ദേഹത്തോട് പറയും, ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുത്, അത് നാണക്കേടാണ്. ഗവൺമെന്റ് ഇങ്ങനെയുള്ള പല പറ്റിക്കുന്ന പ്രസ്താവനകളും കൂടെ കൂട്ടിച്ചേർത്താണ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ആ സുപ്രീം കോടതി വിധി അതുകൊണ്ട് എങ്ങനെ വരുമെന്ന്, എത്ര വലിയ അടിയാവും സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുക. ഒരു പക്ഷെ ചെറിയ ചെറിയ തലോടലും കാണും. അതിന് ഞാൻ കാരണങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, 2014, 2015, 2014 14ാം ധനകാര്യ കമ്മീഷൻ YV റെഡ്ഡി യുടെ അടുക്കല്, അതായത് അദ്ദേഹമാണ് 32% നിന്ന് സെൻട്രൽ പൂളിൽ നിന്നുള്ള വിഹിതം 42% ഉയർത്താൻ ധൈര്യം കാണിച്ച ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്ക് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നീതി ആയോഗിന്റെ സിഇഒയുമായി ചെല്ലുന്നു. ഈ 42-ൽ നിന്ന് 32-ലേക്ക് വേണ്ട 33% വെട്ടിക്കുറയ്ക്കണം, അല്ലെങ്കിൽ കേന്ദ്രത്തിന് വലിയ സമ്മർദ്ദം ഉണ്ടാകും, റവന്യൂ സമ്മർദ്ദം ഉണ്ടാകും എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സംസ്ഥാനങ്ങളുടെ ധനപ്രതിസന്ധി നന്നായിട്ട് എനിക്കറിയാം, ആ സംസ്ഥാനങ്ങളെ കണക്കിലെടുക്കാതെ ഒരു കാരണവശാലും 42-ൽ നിന്ന് 32-ലേക്ക് കുറയ്ക്കുകയില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ചു. അദ്ദേഹം ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തിട്ടുണ്ടാകാം, ഇതേ മനുഷ്യൻ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ സെൻട്രൽ പൂളിൽ നിന്ന് ഉള്ള വെർട്ടിക്കൽ ഡെവല്യൂഷൻ, താഴേക്ക് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് 50% എന്ന് പറഞ്ഞ് ആക്രോശിച്ച ആളാണ്. അങ്ങനെയുള്ള ആളാണോ ഇപ്പൊ 42% ആക്കിയപ്പോഴേക്കും ഇങ്ങനെ റിക്വസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് YV റെഡ്ഡി ഓർത്തിട്ടുണ്ടാകണം. എന്തായാലും അദ്ദേഹം ഈൽഡ് ചെയ്തില്ല. അപ്പൊ എന്താ ചെയ്തത്? പ്രധാനമന്ത്രി സെസ് എന്ന ഒരു മാന്ത്രിക വടി ഉപയോഗിക്കാൻ തുടങ്ങി. കോൺസ്റ്റിറ്റ്യൂഷൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും സെസ് പിരിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. എന്താണ് സെസ് എന്ന് പറഞ്ഞാൽ? സെസ് ഈസ് എ ടാക്സ് ഓൺ ടാക്സ്. ഒരു ടാക്സിന് മുകളിൽ ചെലുത്തുന്ന, അതായത് നിലവിലിരിക്കുന്ന ടാക്സ് 10% അത് 12% ആക്കിയിട്ട് 2% സെസ്. ഇന്ന ആവശ്യത്തിന് പെട്രോളിയം ഉൽപ്പന്നം, അതായത് ഇത് എന്താ പറയുക, സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ എന്നൊരു കാരണവും ചൂണ്ടിക്കാണിക്കുക. അപ്പൊ അങ്ങനെ ഒരു ടാക്സിന് മുകളിൽ ചുമത്തുന്ന ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്. അപ്പൊ നരേന്ദ്രമോദി എന്ത് ചെയ്തു? ആ 2017-18 മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് 133% വർധനവാണ് സെസ്സിൽ ഉണ്ടാക്കിയത്. അപ്പൊ അത് സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. കാരണം ഈ ഇങ്ങനെ വലിയ സെസ്സും കൂടി, ടാക്സ്, അതിന് മുകളിൽ സെസ്, ഇതെല്ലാം കഴിഞ്ഞ് വലിയ പൊക്കത്തിലിരിക്കുന്ന നികുതി ഭാരത്തിന്റെ മുകളിലേക്കാണ് പിന്നെ സംസ്ഥാന നികുതി അടിച്ചു കയറ്റേണ്ടത്. നാച്ചുറലി അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് കൊണ്ട് സാധാരണ ഒരു ഡെമോക്രസിയിൽ സേവനാർത്ഥം പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അങ്ങനെ നികുതി അടിച്ച് അവരെ ശല്യപ്പെടുത്താൻ, ശിക്ഷിക്കാൻ ശ്രമിക്കുകയില്ല. കുറഞ്ഞ തോതിലെ നികുതി ഏർപ്പെടുത്തു എന്ന് വെച്ചാൽ ഇവർക്ക് നികുതി വഴിയായിട്ട് ശേഖരിക്കാവുന്ന ധനമാണ്, അതായത് സാധ്യതകളാണ് കേന്ദ്രം സെസ് വഴി തടയുന്നത്. അപ്പൊ ആ തരത്തില് തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളോടുള്ള അവഗണനയോ എന്താന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഷെയർ ചെയ്യുന്ന പദ്ധതികൾ. അതായത് 80:20 അല്ലെങ്കിൽ 60:40 എന്നൊക്കെ പറഞ്ഞുള്ള പദ്ധതികളിൽ കേന്ദ്രത്തിന്റെ വിഹിതം കുറയ്ക്കും, സംസ്ഥാനങ്ങളുടെ വിഹിതം കൂട്ടും. അങ്ങനെയും നരേന്ദ്രമോദി ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. അതൊന്നും സംസ്ഥാനങ്ങൾ മറക്കേണ്ട കാര്യമില്ല, ജനങ്ങളും മറക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ, അതായത് കേന്ദ്രത്തിന് സ്വന്തമായി വരുമാനം ഇല്ല, എല്ലാം സംസ്ഥാനങ്ങളുടെ പരിധിയിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഓർക്കണം, ഇത് ജനങ്ങളുടെ നികുതി പണമാണ്. ഭിക്ഷക്കാരൻ തൊട്ട് മുകളിലേക്കുള്ള എല്ലാവരും നൽകുന്ന നികുതി പണമാണ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കൊടുക്കുന്നത് പോലെ നികുതി കൊടുക്കുന്നുണ്ടോ? പിന്നെ മുകേഷ് അംബാനിയൊക്കെ ഇല്ല. നമ്മൾ നമ്മുടെ 100% ഇൻകത്തിലും നികുതി കൊടുക്കേണ്ടി വരും. അതായത് നിത്യോപയോഗ സാധനങ്ങളിലും പിന്നെ നമുക്കുള്ള മറ്റ് ഡ്യൂറബിൾ കൺസേൺ, കാറ് പോലെയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടുന്ന മുഴുവൻ പൈസയ്ക്കും അവർ നികുതി കൊടുക്കേണ്ടി വരും. പക്ഷേ മുകേഷ് അംബാനിയെ പോലെയോ അദാനിയെ പോലെയോ ഒക്കെയുള്ള വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരോ അവരുടെ വരുമാനത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പൊ അതിൽ മാത്രം അവർ നികുതി കൊടുത്താൽ മതി, ബാക്കി മുഴുവനും അവർക്ക് അവരുടെ ഇൻകം കയ്യിൽ വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത്, അതായത് ഇങ്ങനെ സെസ് ഒക്കെ ഈടാക്കി
മനുഷ്യരെ സാധാരണക്കാരെ ദ്രോഹിക്കുന്നത് തീർത്തും തെറ്റാണ്. അപ്പൊ ആ വഴി പക്ഷേ കേന്ദ്രം ആ വഴി തേടുന്നുണ്ട്. പക്ഷെ അതിന്റെ ആഘാതമല്ല സംസ്ഥാനത്ത് ഇത്ര വലിയ ധനപ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അത് ഇവിടുത്തെ ധൂർത്തും ഒക്കെയാണ് കാരണം. അതായത് ആവശ്യമില്ലാത്ത തസ്തികകൾ സൃഷ്ടിക്കുക. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2 ഭരണകാലത്തും കൂടി റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറിമാരുടെ തന്നെ പോസ്റ്റ് വീണ്ടും അവർക്ക് ഓരോ പോസ്റ്റിങ്സ് കൊടുത്ത്, എന്തുകൊണ്ടാണ്? അവരൊക്കെ റാൻമൂളികളാണ്. എന്ത് പറഞ്ഞാലും എതിര് പറയാതെ അതുപോലെ സമ്മതിച്ച് അതുപോലെ ചെയ്യുന്നവരാണ്. അപ്പൊ അത്തരക്കാരെ പല തസ്തികകളിലും തലപ്പത്തും തിരികെ കയറ്റി 5 ലക്ഷം രൂപ വരെയാണ് പ്രതിമാസ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് 6 ഗഡു DA കിട്ടാതെ സർക്കാർ ജീവനക്കാര് പെൻഷൻകാര് നരകിക്കുന്നത്. അവർക്ക് ഓരോ ഗഡു DA ആണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് 6 ഗഡു ക്ഷാമബത്ത കിട്ടാതെ, നമുക്കറിയാം കോഴിക്കോട് കഴിഞ്ഞ ആഴ്ചയിലാണ് പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ നെല്ലിന്റെ സംഭരണ വില കിട്ടാതെ നമുക്കറിയാം തകഴിയിൽ പ്രസാദ് ആണെന്ന് തോന്നുന്നു ആത്മഹത്യ ചെയ്തത്. ഇതുപോലെ എത്രയെത്ര ആത്മഹത്യകൾ, എത്രയൊക്കെ ദുഃഖങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. വീടിന്റെ കല്ലിട്ടിട്ട് കിടക്കാൻ സ്ഥലമില്ലാതെ മറ്റു വന്യമൃഗങ്ങൾ ആക്രമിക്കുന്ന സ്ഥലത്ത് പോലും വെറുതെ ഒരു മറമറച്ച് അതിനകത്ത് കിടക്കുന്ന, ജീവൽ പേടി കൊണ്ട് കിടക്കുന്ന, ഉറങ്ങാൻ പറ്റുന്നുണ്ട് അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ തണ്ണീർക്കൊമ്പൻ അവനെ, അതായത് മനുഷ്യ മൃഗ ശല്യം ഇന്ററാക്ഷൻ തമ്മിലുള്ള ഇടപെടൽ ഉണ്ടാകാതിരിക്കത്തക്ക നടപടികൾ ഗവൺമെന്റിന് എടുക്കാമായിരുന്നു. അത് എടുത്തില്ല. അപ്പം അത്യാവശ്യ മേഖലകളിൽ ഒന്നും പണം ചെലവാക്കുന്നില്ല. പക്ഷെ എവിടെ പോകുന്നു ഖജനാവിലേക്ക് വരുന്ന പണം? ഖജനാവിലേക്ക് വരുന്ന പണം മുഴുവനും വകമാറ്റി ചെലവഴിക്കുന്നു. അതുകൊണ്ടാണ് ഓഡിറ്റിംഗ്, ഇന്റേണൽ ഓഡിറ്റിംഗ് പോലും നടക്കുന്നില്ല എന്ന് CAG പറയേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് കേന്ദ്രത്തെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അത് നല്ലതല്ല. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗവൺമെന്റ് തന്നെയാണ്. ആ ഗവൺമെന്റിന് വേണ്ടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല. ഗവൺമെന്റ് ചെയ്യുന്ന പലതും തെറ്റായ രീതിയിലാണ്. മുഖം മിനുക്കൽ, അഡ്വർടൈസ്മെന്റ്സിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കൽ, അതുപോലെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം നൽകുന്നതൊക്കെ ഇവിടുത്തെ റിച്ചസ്റ്റ് കോർപ്പറേറ്റ് ബോഡീസ് ആണ്. അവർക്കൊക്കെ അപ്പം അവര് നികുതി കൊടുക്കുന്നതിന് പകരം ആ നികുതി കൊടുക്കേണ്ട പണമാണ് ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നികുതി കൊടുക്കാതെ ആ പണം നരേന്ദ്രമോദിയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഒരു തരത്തിലും വിമർശിക്കരുതെന്നല്ല പറഞ്ഞ്, പക്ഷെ ശരിയായ രീതിയിൽ, ശരിയായ ദിശയിൽ, ശരിയായ കാരണങ്ങളുടെ പേരിലായിരിക്കണം നാം ആരെയും വിമർശിക്കുന്നത്. അത് പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിന്റെ ഭരണചക്രം കൈയാളുന്ന നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ ആ ഗവൺമെന്റിനെ വിമർശിക്കുന്നത്.